ഇന്ന് അതോടൊപ്പം നമുക്കറിയാം ഈ സഹോദരി ഇന്ന് വീൽ ചെയറിലാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. വീൽ ചെയറിൽ കൊണ്ടുവന്ന സഹോദരിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലൂടെ സുഖമായിട്ട് ഒരാളുടെ പോലും സഹായമില്ലാതെ പിടിച്ച് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ നടക്കുന്നത് എന്നോർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സഹോദരിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ വന്നതിന് ശേഷം പിന്നെ അത് ഇപ്പോൾ മജ്ജയിലേക്ക് ഒക്കെ പടർന്ന് ഇപ്പോൾ ബോൺ മാരോ ഒക്കെ ചെയ്ത് മജ്ജയിലുള്ള ക്യാൻസർ, ബോൺ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനിടയിലാണ് ഇന്ന് സഹോദരിയെ വീൽ ചെയറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാല് നിങ്ങൾ കണ്ടതാണ് അല്ലേ? സഹോദരി വരുന്നത് കണ്ടവരൊന്ന് കൈവക്കി. ഓക്കെ, ഒരുവിധം എല്ലാവരും കണ്ടതാണ്. സഹോദരിയെ വീൽ ചെയറിൽ കൊണ്ടുവരികയും അതിനുശേഷം 3-4 പേര് കൂടെയാണ് അച്ഛന്റെ മുറിയിലേക്ക് പൊക്കി കയറ്റിയെന്ന് തോന്നുന്നു അല്ലേ? കർത്താവിന് സ്തുതി. ആ സഹോദരിയെ കർത്താവ് ബലപ്പെടുത്തി, അസ്ഥികൾക്ക് ബലം നൽകി ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ നിർത്തിയിരിക്കുന്നതിനോർത്ത് നന്ദി പറയും. നമുക്ക് സഹോദരിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് അതുപോലെ കർത്താവിന് നൽകിയ സൗഖ്യത്തെക്കുറിച്ച് കേൾക്കാം. എൻ്റെ പേര് ജിഷ എന്നാണ്. ഞാൻ പയ്യാവൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 3 വർഷമായിട്ട് ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ബോണിലേക്കും കൂടെ പകർന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കൊന്ന് ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ വരെ 2 പേരുടെ സഹായം വേണ്ട ഒരവസ്ഥയായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് വീൽ ചെയറിലായിരുന്നു. രാവിലെ ഒന്ന് പല്ല് തേക്കാനുള്ള ആ ഒരു അത്രയും ടൈം ഗ്യാപ്പ് പോലും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ ഞാൻ കുഴയുമായിരുന്നു. എന്നിട്ട് ഞാനത് വീൽ ചെയറിലാണ് പോയി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടവർക്കറിയാം ഞാൻ ഏതവസ്ഥയിലാണ് വന്നതെന്നുള്ളത്. എടുത്ത് കയറ്റിക്കൊണ്ടാണ് പോയത്. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ അവിടം വരെ നല്ല ഈസി ആയിട്ട് നടന്നു പോയി. എൻ്റെ ഈ കാലിൻ്റെ ഇടതുകാലിൻ്റെ മുട്ട് എനിക്ക് പൂർണ്ണമായിട്ട് നിവർത്താൻ പറ്റിയില്ലായിരുന്നു. അപ്പം പൂർണ്ണമായിട്ട് നിവർത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതിന് ബലക്കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 5-6 മാസമായിട്ട് എൻ്റെ ഈ ജോയിൻറ്റുകളിലൊക്കെ വേദനയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ ഈ കൈ ഇപ്പുറത്തെ കൈ കൊണ്ട് എടുത്ത് വെച്ച് മടി വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സുഖമായിട്ട് എനിക്ക് പൊക്കുകയും താത്തുകയും ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത്രയും എന്താ പറയുക, മനം ഉരുകി ഹൃദയം തകർന്നാണ് ഞാനിവിടെ വന്നത്. അത്രയും സന്തോഷത്തോടെയും ധൈര്യത്തോടു കൂടിയാണ് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ ഈ ഒരു അവസരത്തിന് എല്ലാവരുടെയും മുന്നിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുന്നതിൽ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാലത്ത് വരെ വീൽ ചെയറിൽ ഇരുന്നാണ് പല്ല് വെച്ചത് അല്ലേ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും, ഞാൻ കുഴഞ്ഞു വീഴും. കട്ടിലിൽ തന്നെ തിരിഞ്ഞു കിടക്കാനായിട്ട് വേറൊരാളുടെ സഹായിച്ചിട്ടാണ് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റിയത്. തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ വന്ന സഹോദരിയാണ് കുരിശടി വരെ നടന്ന് പോയി തിരിച്ചു വന്ന് മുട്ടയിൽ വലിയാൻ പറ്റട്ടെ എന്നാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നമ്മൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. കർത്താവ് തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് അവന്റെ നാമത്തിന്റെ മഹത്വത്താൽ, അവന്റെ നാമത്തിന്റെ യോഗ്യതകളാൽ നമ്മുടെ ഇടയിലിരുന്ന് യെശയ്യാ 64:4 നമ്മൾ വായിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനായ കർത്താവ് നമുക്ക് വേണ്ടി ഇവിടെ അൾത്താരയിൽ വെറുതെ ഇരിക്കുകയല്ല, അവിടുന്ന് നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. എന്താ പേര്? ജിഷ. സ്ഥലം പയ്യാവൂർ എന്നുള്ള ഈ ജിഷയെ കർത്താവ് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, വീൽ ചെയർ എപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്, എഴുന്നേൽപ്പിച്ച് നടത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയുന്നതോടൊപ്പം ഈ സഹോദരിക്ക് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ബോൺ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബ്ലഡിന്റെ ഹീമോഗ്ലോബിൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. കൗണ്ട് 1.5 ലക്ഷമൊക്കെ വേണ്ട കൗണ്ട് 13,000-ഓളം ഒക്കെ താഴ്ന്നു. പിന്നെ ഹീമോഗ്ലോബിൻ ഒരു 12 ഒക്കെ വേണ്ടെടുത്ത് അല്ലേ, 6.4 എന്ന രീതിയിലേക്ക് താഴ്ന്നിരിക്കുന്ന. അപ്പോൾ ബ്ലഡ് കയറ്റുന്നു, പ്ലേറ്റ്ലേറ്റ് കയറ്റുന്നു.
അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കീമോ ചെയ്യുന്നു. കഴിഞ്ഞ ബുധനാഴ്ച കീമോ ചെയ്തു. ഈ ബുധനാഴ്ച വീണ്ടും കീമോയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഈ സഹോദരിക്ക് നേരെ കരം നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പൂർണ്ണ സൗഖ്യം വേഗത്തിൽ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ